എഫേസ്യ ലേഖനം 6:15 സമാധാന സുവിശേഷത്തിനായുള്ള ചെരുപ്പ് എന്നതിൻ്റെ 2-ാം ഭാഗമായി സുവിശേഷ വേല ചെയ്യുവാൻ വഴികാട്ടിയായ ചില അറിവുകൾ കൂടി നേടുവാൻ നമുക്ക് ശ്രമിക്കാം. നാം എന്താണ് പ്രസംഗിക്കേണ്ടത്? എന്തുകൊണ്ടാണ് സുവിശേഷം പ്രസംഗിക്കേണ്ടത്? ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കണം. ക്രിസ്തുവിലൂടെ മാത്രമേ പാപമോചനവും രക്ഷയുമുള്ളൂ എന്ന് പ്രസംഗിക്കുന്നതാണ് സുവിശേഷം. സുവിശേഷം യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പിതാവിൻ്റെ വെളിപ്പെടുത്തലുകളാണ്. സുവിശേഷം പ്രസംഗിക്കുന്നവരും ജീവിക്കുന്നവരും ഉണ്ടായെങ്കിലേ ജനം കർത്താവിൽ വിശ്വസിക്കുകയുള്ളൂ. രക്ഷിക്കപ്പെടുവാൻ വിശ്വാസം ആവശ്യമാണ്. വിശ്വാസം കേൾവിയാൽ ലഭിക്കുന്നുവല്ലോ. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടമെന്ന് പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 9:16 പറഞ്ഞിരിക്കുന്നു. എങ്കിൽ നാം സുവിശേഷ വേല ആരംഭിക്കേണ്ടത് എവിടെ? നാം ആയിരിക്കുന്ന ഇടത്തു നിന്ന് തന്നെ ആരംഭിക്കുക എന്നതാണ് യേശുവിൻ്റെയും അപ്പോസ്തലന്മാരുടെയും പൗലോസ്ലീഹായുടെയും ജീവിതത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. നാം സുവിശേഷ വേലയിൽ ചെയ്യുമ്പോൾ ഓർത്തിരിക്കേണ്ടത് എന്താണ്? സുവിശേഷത്തിൻ്റെ കാതൽ, ഉദ്ദേശം, പ്രധാന സന്ദേശം എന്നിവ ഓർത്തിരിക്കണം. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നാണ് സുവിശേഷത്തിൻ്റെ കാതൽ അഥവാ കോർ. 1 കൊരിന്ത്യർ 15:3-4. സുവിശേഷത്തിൻ്റെ ഉദ്ദേശം യേശു മശിഹയാണെന്ന് പ്രഘോഷിക്കുകയും മനുഷ്യരെ ഈ വിശ്വാസത്തിൽ വളർത്തുകയും ചെയ്യുക എന്നതായിരുന്നു സുവിശേഷത്തിൻ്റെ ഉദ്ദേശം. സുവിശേഷത്തിൻ്റെ പ്രധാന സന്ദേശം വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് യേശു പ്രസ്താവിച്ചതുപോലെ പോകുക, ഇനിയും പാപം ചെയ്യരുത് എന്നാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 11-ാം തിരുവചനം. യേശു എന്ന രക്ഷകൻ അവൻ്റെ നാമത്തിൽ മാമോദിസ ഏറ്റ് നമ്മോട് പറയുവാനുള്ളതും ഇതുതന്നെയാണ്: പോകുക, ഇനിയും മേലിൽ പാപം ചെയ്യരുത്. ഈ ലോകം പിശാചിൻ്റെ അടിമത്തത്തിലാണെന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 8-9 തിരുവചനങ്ങൾ വെളിപ്പെടുത്തുന്നു. ജനത്തെ അതിൽ നിന്നും മോചിപ്പിക്കേണ്ടതുണ്ട്. കൂടുതൽ വിശുദ്ധന്മാരെ ചേർത്തുകൊള്ളുവാനായിട്ടാണ് ക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവ് താമസിപ്പിക്കുന്നത്. ലോകമെങ്ങും പോയി നാം സുവിശേഷം അറിയിക്കണം. മനുഷ്യൻ്റെ ആത്മാവ് ദൈവത്തിങ്കിലേക്ക് തിരികെ എത്താൻ നമ്മുടെ ചെറുവിരലെങ്കിലും അനക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. നാമും പറയണം, ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ലഗ്യോനുണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ യേശു തനിക്ക് ചെയ്തതൊക്കെയും ദെക്കപ്പോലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി. എല്ലാവരും ആശ്ചര്യപ്പെടുകയും ചെയ്തു. താൻ കണ്ട, അനുഭവിച്ച ക്രിസ്തുവിനെ പിന്തുടരുക, അവനെ സുവിശേഷിക്കുക. ലഗ്യോനുണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ നമുക്ക് ആ കാര്യത്തിൽ മാതൃകയായിരിക്കട്ടെ. ഈ സുവിശേഷം ലോകത്തിൽ പ്രചരിപ്പിക്കുന്നതാണ് ഈ ആത്മീയ യുദ്ധത്തിൻ്റെ പ്രധാന ഭാഗം. ക്രിസ്തുവിൻ്റെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ നാം ഒരുങ്ങിയിരുന്നുവെങ്കിൽ മാത്രമേ സാത്താനോടുള്ള സമരത്തിൽ നമുക്ക് വിജയം ലഭിക്കുകയുള്ളൂ. ദൈവനാമം നമ്മിൽ കൂടി മഹത്വപ്പെടട്ടെ. ആമീൻ.